ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അക്കൗണ്ടിംഗ് ഫോർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെ പ്രോബ്ലംസ് ആണ്. ഇപ്പോൾ അക്കൗണ്ടിംഗ് ഫോർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് തിരിച്ചു വരണം. ബിക്കോസ് അതിനകത്താണ് നമ്മൾ ജേർണൽ എൻട്രീസും അതിൻ്റെ പ്രൊസീജിയറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ ആസ് ഓൺ 31st December 2017 who were sharing profits and losses in the ratio of 3:1. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3:1. പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? എക്സും വൈ ആണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള എന്തെങ്കിലും അക്യുമുലേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഡിഫറൻസ് വരുന്നില്ലേ, റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ്, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതും ആ റേഷ്യോയിലാണ്. അപ്പം ആ റേഷ്യോ അതിനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് മിസ്സിസ് എക്സ് ലോൺ, വൈസ് ലോൺ. ഇപ്പോൾ വൈ എന്ന് പറയുന്ന പാർട്ട്ണറാണ്, എക്സും വൈ ആണ് പാർട്ട്ണർ. ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, വർക്ക്മെൻസ് ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ ഫണ്ട്, പിന്നെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് എക്സിൻ്റെയും വൈയുടെയും. അതുപോലെ അസറ്റ് സൈഡിൽ നമുക്ക് നോക്കാം. ക്യാഷ് തന്നിട്ടുണ്ട്, ബാങ്ക് തന്നിട്ടുണ്ട്, ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഗുഡ്വിൽ, പേറ്റൻസ്, ഇത്രയും ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൽ അസറ്റ്സിന് എന്ത് ചെയ്യുക? റിയലൈസേഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുക. ഔട്ട്സൈഡ് ലയബിലിറ്റീസും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ അസറ്റ്സിൽ നമ്മൾ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? നമ്മൾ ക്യാഷ് ആൻഡ് ബാങ്ക് ലാസ്റ്റ് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ക്യാഷ് ആൻഡ് ബാങ്ക് ഒഴികെ ബാക്കി ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഗുഡ്വിൽ, പേറ്റന്റ്, ഇത്രയും നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നേരെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ലയബിലിറ്റീസ് സൈഡിൽ തന്നിരിക്കുന്നതിൽ നമ്മൾ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് ഔട്ട്സൈഡ് ലയബിലിറ്റി ആണ്. മിസ്സിസ് എക്സ് ലോൺ, മിസ്സിസ് എക്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡർ ആണ്. ഇപ്പോൾ എക്സിൻ്റെ വൈഫ് ആണെങ്കിൽ പോലും അത് ഔട്ട്സൈഡർ ആണ്, പാർട്ട്ണർ അല്ലാത്ത എല്ലാവരും ഔട്ട്സൈഡർ ആണ്. ഇപ്പം മിസ്സിസ് എക്സ് ലോൺ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി വൈസ് ലോൺ, വൈസ് ലോൺ നമ്മൾ എവിടെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ട് എന്നല്ല അത് നമ്മൾ ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ വൈസ് ലോൺ ചെയ്യേണ്ടത് അല്ലേ. പാർട്ട്നേഴ്സ് ലോൺ അടുത്ത സ്റ്റെപ്പാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് കഴിഞ്ഞതിന് ശേഷം റിയലൈസേഷൻ അക്കൗണ്ടിന്റെ പുറത്ത് വെച്ചാണ് നമ്മൾ വൈയുടെ ലോണ് ഡയറക്റ്റ് പേയ്മെന്റ് കൊടുക്കുക. വൈസ് ലോൺ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേയ്മെന്റ് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടിന്റെ കാര്യം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ അസറ്റ് സൈഡിൽ, അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ് വർക്ക്മെൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട്. വർക്ക്മെൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ടിന്റെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് തന്നിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു എംപ്ലോയിക്ക് നമ്മളോട് കോമ്പൻസേഷൻ കൊടുക്കാൻ പറയുകയാണെങ്കിൽ കൊടുക്കേണ്ട കോമ്പൻസേഷന്റെ എമൗണ്ട് മാത്രം റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഒന്നും തന്നില്ല എന്ന് വെച്ചു, ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ നമുക്ക് വർക്ക്മെൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യാൻ കൊടുക്കാൻ പറ്റാത്ത പാർട്ട് ഇതിൽ വരുവാണെങ്കിൽ എന്ന് വെച്ചാൽ വർക്ക്മെന് കൊടുക്കേണ്ട ഒരു പാർട്ട് ഇതിൽ കിടക്കുവാണെങ്കിൽ അത്രയും എമൗണ്ട്, ഇപ്പോൾ നമുക്ക് വർക്ക്മെൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 4,000 തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ 1,000 rupees നമുക്കൊരു കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ വർക്ക്മെൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിയലൈസേഷനിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് 1,000 ആണ്. ബാക്കി 3,000 നമുക്ക് പാർട്ട്നേഴ്സിന് അവരുടെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ബാക്കിയുണ്ട്, അതിൽ നമുക്ക് നോക്കാം എന്തെങ്കിലും കോമ്പൻസേഷൻ ഉണ്ടോ എന്നിട്ട് അത് തീരുമാനിക്കാം. ഇനി ക്യാപിറ്റൽ റിയലൈസേഷനിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട നമ്മൾ എവിടെയാണ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ നമ്മൾ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ബാലൻസ് ഷീറ്റിന്റെ ഈ പാർട്ട് വെച്ച് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സും കൂടി നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. വൈ അഗ്രീഡ് ടു ടേക്ക് ഓവർ ദ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് എൻ അഗ്രീഡ് വാല്യൂ ഓഫ് 10,000.
അപ്പോൾ വൈ ആണ് ഇൻവെസ്റ്റ്മെന്റ് ടേക്ക് ഓവർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ അസറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അസറ്റ് ആണ്. അപ്പോൾ അസറ്റ് റിയലൈസ് ചെയ്യണം, നെക്സ്റ്റ് അല്ലേ? അസറ്റ് റിയലൈസ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് കിട്ടേണ്ടതാണ്. അപ്പം നമ്മൾ ശരിക്കും എൻട്രി ചെയ്തേണ്ട ബാങ്ക് അക്കൗണ്ട് റിയലൈസേഷൻ ആണ്. പക്ഷെ ഇവിടെ വൈ ആണ് അത് ടേക്ക് ഓവർ ചെയ്യുന്നതെങ്കിൽ ബാങ്കിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മളത് കാണിക്കാൻ. നെക്സ്റ്റ് ദ അതർ അസറ്റ്സ് റിയലൈസ്ഡ് ആസ് ഫോളോസ്. ബാക്കിയുള്ള അസറ്റ്സിന്റെ കാര്യം നമ്മളോട് പറയുന്നുണ്ട്. സ്റ്റോക്ക് 3000 ആണ് റിയലൈസ് ചെയ്തിരിക്കുന്നത്. ഡെറ്റേഴ്സ് റിയലൈസ് ചെയ്തിട്ടുണ്ട് 7400 റിയലൈസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ 2400 ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ 7400 റിയലൈസ് ചെയ്തത് ഒരു ബാഡ് ഡെബ്റ്റ്സിനെ റിക്കവർ ചെയ്യാൻ പറ്റി 5000. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി റിയലൈസ് ചെയ്തു. അപ്പോൾ ഈ 3 അസറ്റ്സ് നമ്മളോട് റിയലൈസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മളോട് റിയലൈസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ റിയലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി ചെയ്താണല്ലോ അല്ലെ, ഓരോന്ന് സെപ്പറേറ്റ് ഒന്നും കാണിക്കേണ്ട. ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചാൽ മതി. അപ്പം അൺറെക്കോർഡഡ് ലയബിലിറ്റി ആണ് ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് എന്ന് പറഞ്ഞാൽ 5000. അപ്പം നമുക്ക് വേണേൽ ഇത് 2 എൻട്രി ആയിട്ട് കാണിക്കാം. ബാങ്ക് അക്കൗണ്ട് റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ 5000 ഇല്ലാത്ത എമൗണ്ട് ഒരു എൻട്രിയും, പിന്നെ ബാങ്ക് അക്കൗണ്ട് റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 5000 എൻട്രി സെപ്പറേറ്റ് കാണിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് കാണിച്ചാലും ഓക്കെയാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ടോട്ടൽ എമൗണ്ട് ഒറ്റ എൻട്രി ആയിട്ട് കാണിച്ചാലും മതി. നെക്സ്റ്റ് റിയലൈസേഷൻ എക്സ്പെൻസ് വേർ 2000. റിയലൈസേഷൻ എക്സ്പെൻസ് മെറ്റ് ചെയ്തിട്ടുണ്ട് 2000 അല്ലേ. അപ്പോൾ എന്താ എൻട്രി വരാം? റിയലൈസേഷൻ ടു ബാങ്ക്. പൈസ കൊടുക്കുവാണ് നമ്മൾ, അപ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. നെക്സ്റ്റ് ദ ക്രെഡിറ്റേഴ്സ് agreed to accept ₹25,000 in full settlement of their claims. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാനുണ്ട്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന് അവരെന്താ പറഞ്ഞിരിക്കുന്നത്? 25,000 തന്നാൽ മതി എന്ന് അവർ പറഞ്ഞു. 27,520 ഉണ്ട്. അപ്പോൾ 25,000 തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എത്ര കൊടുത്തു അതൊന്നും സെപ്പറേറ്റ് ഡിസ്കൗണ്ട് ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഇനി ഒന്നും ഇല്ല അല്ലേ, അക്കൗണ്ട് ഒന്നും ഇല്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പം ജസ്റ്റ് പേയ്മെന്റ് മാത്രം കാണിച്ചാൽ മതി. ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുക്കുകയാണ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് അല്ലേ. അപ്പോൾ റിയലൈസേഷൻ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 25,000 എൻട്രി മാത്രം കാണിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ഗുഡ്വിൽ ആൻഡ് പേറ്റൻസ് were taken over by X at their book values. ഇപ്പോൾ ഗുഡ്വില്ലും പേറ്റന്റും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 3000 1160 ആണ്. അതാര് കൊണ്ടുപോയി? എക്സ് കൊണ്ടുപോയി, പാർട്ട്ണർ എക്സ് കൊണ്ടുപോയി. അപ്പോൾ ഒരു പാർട്ട്ണർ നമ്മുടെ അസറ്റ് എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് റിയലൈസേഷൻ ആണ്. പാർട്ട്ണറാണ് കൊണ്ടുപോകുന്നത്, നമ്മൾ എന്തായിട്ട് കാണിക്കണം? പാർട്ട്ണറിന്റെ പേരിൽ കാണിക്കണം അല്ലേ. അപ്പോൾ എക്സ് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചാൽ മതി, അത്ര എമൗണ്ട്. നെക്സ്റ്റ് one of the workers met with an accident and 2,500 were payable for his treatment. ഒരു വർക്കറിന് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അയാൾക്ക് 2,500 കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കണം? നമ്മൾ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട്, നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട്? 4,000. അപ്പോൾ 2,500 നമ്മൾ പറഞ്ഞു ലാബിലിറ്റി എത്രയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ലാബിലിറ്റിയുടെ പാർട്ട് മാത്രം വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം നമ്മൾ റിയലൈസേഷനിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ടിന്റെ എമൗണ്ട് ഇപ്പം കിട്ടിയില്ലേ? എത്രയാണ്? 2,500. അതിനുശേഷം പേയ്മെന്റിന്റെ എൻട്രിയും കൂടി കാണിക്കണം. റിയലൈസേഷൻ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2,500 കൂടി കാണിക്കണം. അപ്പം ആദ്യം വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് 2,500 റിയലൈസേഷനിൽ ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2,500 കാണിക്കണം. അപ്പോൾ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ടിൽ കുറച്ച് പൈസ പിന്നെയും ബാക്കി കിടക്കുന്നുണ്ടല്ലോ. ഇത്രയാണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ടിൽ 4,000. 2,500 നമ്മൾ യൂസ് ചെയ്തുള്ളൂ. ബാക്കി 1,500 ആർക്ക് കൊടുക്കണം? പാർട്ട്നേഴ്സിന് കൊടുക്കണം അല്ലേ. അപ്പോൾ 1,500 പാർട്ട്നേഴ്സിന് അവരുടെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ആൻഡ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മളെല്ലാം പറഞ്ഞു. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്കിയേ. ക്രെഡിറ്റ് സൈഡിൽ നമ്മളെ ക്യാഷ്, ബാങ്ക്, അത് എന്ത് ചെയ്യണം? ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് അങ്ങ് കാണിച്ചാൽ മതി. ഡെറ്റേഴ്സിന് നമ്മൾ റിയലൈസ് ചെയ്തു, സ്റ്റോക്ക് റിയലൈസ് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്ണർ കൊണ്ടുപോയി, പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ത് ചെയ്തു? റിയലൈസ് ചെയ്തു, ഗുഡ്വിൽ ആൻഡ് പൈറ്റൻസ് പാർട്ട്നേഴ്സ് എടുത്തുകൊണ്ടുപോയി. അപ്പം അസറ്റ് സൈഡ് ഓക്കെയാണ്. ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ പേയ്മെന്റ് കൊടുത്തു. മിസ്സിസ് എക്സിന്റെ ലോണിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് ലയബിലിറ്റി നമ്മൾ പേയ്മെന്റ് കൊടുത്തു എന്ന് തന്നെ അസ്യൂം ചെയ്യണം. അപ്പോൾ മിസ്സിസ് എക്സിന് 4,000 കൊടുത്തതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4,000 എൻട്രി കാണിക്കണം, ഒന്നും പറഞ്ഞില്ലെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് വൈസ് ലോൺ അക്കൗണ്ട്. വൈസ് ലോൺ അക്കൗണ്ട് നമ്മൾ എന്താണ്? റിയലൈസേഷൻ്റെ എല്ലാം കാണിക്കേണ്ട സെപ്പറേറ്റ് എൻട്രി കാണിച്ചു.
വൈസ് ലോൺ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് നമ്മൾ എന്ത് ചെയ്തു, റിയലൈസേഷനിൽ ട്രാൻസ്ഫർ ചെയ്തു. വർക്ക്മെൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ 2500 റിയലൈസേഷനിൽ ട്രാൻസ്ഫർ ചെയ്തു, ബാക്കി പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, അപ്പം ബാലൻസ് ഷീറ്റിൽ ഓക്കെയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ പറഞ്ഞു തന്നില്ലേ, അതേപോലെ നമ്മൾ എൻട്രീസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് ഞാൻ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്ന് എല്ലാവരും ചെന്ന് പ്രോബ്ലം ചെയ്തേ പെട്ടെന്ന്. അപ്പൊ എല്ലാവരും ചെയ്ത് കഴിഞ്ഞില്ലേ? അപ്പൊ ജേണൽ എൻട്രീസ് നോക്കിയാൽ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ നോക്കിയേ. ആദ്യം ജേണൽ എൻട്രീസ് എന്ത് ചെയ്യണം, അസറ്റ്സിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ. അസറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പം ക്യാഷും ബാങ്കും ഒഴികെ ബാക്കി എല്ലാ അസറ്റ്സും ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഗുഡ് വില്ല്, പേറ്റന്റ്. ഇപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് ടു ഡെറ്റേഴ്സ്, ടു സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഗുഡ് വിൽ, പേറ്റന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ബുക്ക് വാല്യൂ തന്നെ ട്രാൻസ്ഫർ ചെയ്യണേ. ടോട്ടൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഏതാ. നിങ്ങളിങ്ങനെ ആലോചിക്കുക, റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ അസറ്റ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാം, ടു അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ അസറ്റിന്റെയും പേരെടുത്ത് കാണിക്കാം. നമ്മൾ ലാബിലിറ്റീസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ലാബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊവിഷൻ ആണ്, അതുകൊണ്ട് അത് സെപ്പറേറ്റ് ട്രാൻസ്ഫർ ചെയ്തേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അത് സെപ്പറേറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ബാക്കി ഏതൊക്കെയാണ് ഔട്ട്സൈഡ് ലാബിലിറ്റീസ് വരുന്നത്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, മിസ്സിസ് എക്സിന്റെ ലോൺ ഉണ്ട്, പിന്നെ നമ്മുടെ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ടിൽ നമ്മൾ എത്രയാണോ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആ എമൗണ്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് നമ്മൾ ഫുൾ ട്രാൻസ്ഫർ ചെയ്യണം. എന്ന് വെച്ചാൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് തന്നത് കൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് പാർട്ട്നേഴ്സിനാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ് അല്ലെ. ക്രെഡിറ്റേഴ്സ്, മിസ്സിസ് എക്സിന്റെ ലോണ്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ടില് കോമ്പൻസേഷൻ കൊടുക്കേണ്ട എമൗണ്ട്, ഇത്രയും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇത്രയും എൻട്രീസ് കറക്റ്റ് അല്ല എല്ലാവരും എഴുതിക്കുന്നത്. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റിലുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കാം. വൈ അഗ്രി ടു ടേക്ക് ഓവർ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് എൻ അഗ്രീഡ് വാല്യൂ ഓഫ് 10,000. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ക്യാഷ് ടു റിയലൈസേഷൻ ആണ് എഴുതേണ്ടത്. അതിന് പകരം നമ്മൾ വൈ ആണ് അത് എടുത്തുകൊണ്ട് പോയത്. അതുകൊണ്ട് വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 10,000 കാണിച്ചു അല്ലെ. നെക്സ്റ്റ് ഇത് അസറ്റ്സ് റിയലൈസ്ഡ്, അസറ്റ്സ് എല്ലാം റിയലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു എൻട്രി ആയിട്ട് കാണിച്ചാലും മതി. ഇപ്പൊ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് ഒരു എൻട്രി ആയിട്ട് കാണിക്കാം, ബാങ്ക് അക്കൗണ്ട് റിയലൈസേഷൻ. അപ്പൊ നോർമലി അസറ്റ്സ് റിയലൈസ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് റിയലൈസേഷൻ ആണ്. ഇനി അത് പാർട്ട്ണർ കൊണ്ടുപോവാണെങ്കിൽ പാർട്ട്നേഴ്സ് അക്കൗണ്ട് ടു റിയലൈസേഷൻ അല്ലെ. നെക്സ്റ്റ് നമ്മളോട് മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ എക്സ്പെൻസ് വേർ 2,000. അപ്പൊ എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ റിയലൈസേഷൻ ടു ബാങ്ക് അല്ലെ. റിയലൈസേഷൻ എക്സ്പെൻസ് പേ ചെയ്തിരിക്കുവാണ് 2,000 റുപ്പീസിന്റെ. അപ്പൊ ഇത്രയും എൻട്രീസ് എഴുതിയിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ദ ക്രെഡിറ്റേഴ്സ് എഗ്രി ടു ആക്സെപ്റ്റ് 25,000 ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ദർ ക്ലെയിം അല്ലെ. അപ്പൊ എന്തായിരുന്നു അവർക്ക് പേയ്മെന്റ് കൊടുക്കാണ്, റിയലൈസേഷൻ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 25,000 എഴുതി. ഗുഡ് വിൽ ആൻഡ് പേറ്റൻസ് വെർ ടേക്കൺ ഓവർ ബൈ എക്സ് അറ്റ് ബുക്ക് വാല്യൂ. അപ്പം ഗുഡ് വിൽ ആൻഡ് പേറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് അസറ്റ് ആണ്. അസറ്റ് റിയലൈസ് ചെയ്യേണ്ടതാണ്. ബാങ്ക് ടു റിയലൈസേഷൻ എഴുതുന്നതിന് പകരം ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ എക്സ് ക്യാപിറ്റൽ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് എഴുതിയാൽ മതി. ഇപ്പൊ ഗുഡ് വില് 3,000 പേറ്റന്റ് 1,160 ആണ്. നമ്മൾ 4,160 ഒരുമിച്ച് എഴുതിയാൽ മതി. നെക്സ്റ്റ് എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, വൺ ഓഫ് ദ വർക്കേഴ്സ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ആൻഡ് 2,500 വെർ പേയബിൾ ഫോർ ഹിസ് ട്രീറ്റ്മെന്റ്. ഇപ്പൊ 2,500 നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ട്രാൻസ്ഫർ ചെയ്തും വെച്ചു അല്ലെ. വർക്ക്മെൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് 2,500 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എൻട്രി എന്താ എഴുതാം, റിയലൈസേഷൻ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ റിയലൈസേഷൻ ടു ബാങ്ക്. ഇനി ആ പേയ്മെന്റിന് കൊടുക്കുന്നത്, ഇപ്പൊ പേയ്മെന്റ് റിയലൈസേഷൻ എന്നല്ല പാർട്ട്ണർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ ടു പാർട്ട്നേഴ്സ് അക്കൗണ്ട്. ഇനി എന്ത് പൈസ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാലും ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷൻ. പിന്നെ അത് പാർട്ട്ണർ ആണ് അത് കൊണ്ടുപോകുന്നതെന്ന് പറയുകയാണെങ്കിൽ പാർട്ട്നേഴ്സ് അക്കൗണ്ട് ടു റിയലൈസേഷൻ. ഈ രണ്ട് ട്രീറ്റ്മെന്റ് മാത്രമേ വരുള്ളൂ, ഒന്നും പഠിക്കാനില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ബാലൻസ് ഷീറ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യണം എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോന്ന്. അപ്പൊ അസറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റർ കഴിഞ്ഞിട്ട് മിസ്സിസ് എക്സിന്റെ ലോണിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അപ്പൊ മിസ്സിസ് എക്സിന്റെ ലോണ് പേ ചെയ്യണം. ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പെയ്ഡ് എന്ന് അസ്യൂം ചെയ്യണം. പക്ഷെ ഗുഡ് വിൽ ആൻഡ് പേറ്റന്റിന്റെ കാര്യം, ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ കാര്യം മാത്രം ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രം അസ്യൂം ചെയ്യാം. എന്ന് വെച്ചാൽ റിയലൈസ് ചെയ്തില്ല എന്ന് അസ്യൂം ചെയ്യാം. ബാക്കിയൊക്കെ നമ്മൾ പേ ചെയ്തു എന്നോ അല്ലെങ്കിൽ കിട്ടിയെന്നാണോ അസ്യൂം ചെയ്യേണ്ടത്. ഇപ്പൊ അസറ്റിന്റെ കാര്യം നമ്മളോട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റിയലൈസ് ചെയ്തു ഇൻ ബുക്ക് വാല്യൂ എന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ ലോൺ, മിസ്സിസ് എക്സിൻ്റെ ലോൺ എന്ന് പറഞ്ഞില്ല, നമ്മളോട് പേയ്മെൻറ്റ് നടത്തുവാണ്. റിയലൈസേഷൻ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 4000 പേയ്മെൻറ്റ് നടത്തി. ഇനി എന്താ ബാലൻസ് ഷീറ്റിൽ ബാക്കിയുള്ളത്? നമ്മൾ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ടിൽ കുറച്ച് പൈസ ബാക്കിയുണ്ട് അല്ലേ, 1500 രൂപ. 1500 രൂപ എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സിന് അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് ടു എക്സ് ക്യാപിറ്റൽ ടു വൈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ റേഷ്യോ എത്രയായിരുന്നു? 3:1 ആണ് റേഷ്യോ. അപ്പോൾ 3/4 1/4 ആയിട്ട് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് ഷെയർ ചെയ്ത എൻട്രി ആണ്. നിങ്ങൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വേണം ഈ ബാലൻസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, അതിന്റെ ബാലൻസ് എന്ത് ചെയ്യാം, അവരുടെ റേഷ്യോയിൽ 3:1 ഡിവൈഡ് ചെയ്തിട്ട് കാണിക്കാം. അതിന്റെ എൻട്രി ആണ് ഇത്. നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ എൻട്രിക്ക് സ്പേസ് വിട്ടിട്ട് വേണം റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. അതിനുശേഷം വേണം ഈ എൻട്രി എഴുതാൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ വൈയുടെ ലോൺ കൊടുക്കണം. റിയലൈസേഷൻ എല്ലാം ചെയ്തതിന് ശേഷമാണ് പാർട്ട്ണറിന്റെ ലോൺ കൊടുക്കേണ്ടത്. അപ്പോൾ പാർട്ട്ണറിന്റെ ലോൺ എന്തായിരുന്നു? വൈസ് ലോൺ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോൺ അക്കൗണ്ട് പേ ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന്റെ ബാലൻസിന്റെ എൻട്രി ആണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ വർക്ക്മെൻ കോമ്പൻസേഷൻ വരെ ചെയ്തതിന് ശേഷം നമുക്കറിയാം വൈയുടെ ലോൺ അടക്കാനുണ്ട്, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് എഴുതാനുണ്ട്, പാർട്ട്ണറിന്റെ ബാലൻസ് എഴുതാനുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 4 എൻട്രീസ് എഴുതാനുണ്ട്. പാർട്ട്നേഴ്സിന്റെ 2 സെപ്പറേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, പേയ്മെന്റ് ആയിരിക്കും അല്ലെങ്കിൽ റിസീറ്റ് ആയിരിക്കും, എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 4 എൻട്രിയുടെ സ്പേസ് വിടാം അവിടെ എത്തിക്കഴിഞ്ഞാൽ. എന്നിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു എൻട്രി എഴുതാം. അതിനുശേഷം നമ്മൾ വൈയുടെ ലോൺ അക്കൗണ്ട് പേ ചെയ്യുന്ന എൻട്രി എഴുതാം. അതിനുശേഷം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം വേണം ഈ 2 എൻട്രീസ് എഴുതാൻ. ഓക്കെ, അപ്പം ഞാൻ ഈ ജേണൽ ഇങ്ങനെ വരച്ചു കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വേണം ഇവിടെ എൻട്രി കാണിക്കാൻ. ഇപ്പം ഈ എൻട്രി നമ്മൾ എഴുതാനായിട്ടില്ല. ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. ഇപ്പോൾ ഇനി റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യാൻ ഈസി ആണല്ലോ. എൻട്രി നോക്കി അങ്ങ് പോസ്റ്റ് ചെയ്താൽ മതി. ഒന്നാമത്തെ എൻട്രി റിയലൈസേഷൻ ടു അസെറ്റ് ഉണ്ട്. അപ്പോൾ ടു അസെറ്റ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അങ്ങ് പോസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ എൻട്രിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ടു റിയലൈസേഷൻ ആണ്. അതെന്ത് ചെയ്യാം, ബൈ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ എന്താണ്, ക്രെഡിറ്റേഴ്സ് എക്സ് ലോണ്, മിസ്സിസ് എക്സ് ലോണ്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്. അത് മൂന്നും എന്ത് ചെയ്യാം, ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇനി എവിടെ റിയലൈസേഷൻ വരുന്നത്, വൈസ് ക്യാപിറ്റൽ ടു റിയലൈസേഷൻ ഉണ്ട്, നാലാമത്തെ എൻട്രി. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ബൈ വൈസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ പോസ്റ്റ് ചെയ്യാം. പിന്നെ ബാങ്ക് അക്കൗണ്ട് റിയലൈസേഷൻ ആണ്. അപ്പോൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്യണം. റിയലൈസേഷൻ ടു ബാങ്ക് ഉണ്ട്, റിയലൈസേഷൻ എക്സ്പെൻസ് പേ ചെയ്തത് അത് 2000 റുപ്പീസ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കണം. നെക്സ്റ്റ് റിയലൈസേഷൻ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 25,000 ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ 7 വരെയുള്ള എൻട്രീസ് പോസ്റ്റ് ചെയ്തു. ഇനി 8th എൻട്രി എന്തായിരുന്നു, എക്സ് ക്യാപിറ്റൽ ടു റിയലൈസേഷൻ. നമ്മൾ എന്ത് ചെയ്യാം, ബൈ എക്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു. അടുത്ത എൻട്രി റിയലൈസേഷൻ ടു ബാങ്ക് ആണ്. അപ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2500 അത് നമ്മൾ കാണിച്ചു. അടുത്ത എൻട്രി റിയലൈസേഷൻ ടു ബാങ്ക് 4000 അതും നമ്മൾ കാണിച്ചു. ഇനി എൻട്രി ഒന്നും ഇല്ലല്ലോ റിയലൈസേഷൻ്റെ. അപ്പോൾ എന്ത് ചെയ്യാം, റിയലൈസേഷൻ അക്കൗണ്ട് അങ്ങ് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ 6120 ആണ് ബാലൻസ് വരുന്നത്. അപ്പോൾ 6120 ഡയറക്റ്റ്ലി എഴുതല്ല, അതിന് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊന്നും എഴുതാൻ പാടില്ല. ആർക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ടു എക്സ് ക്യാപിറ്റൽ ടു വൈസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇന്നർ കോളത്തിൽ അത് ഡിവൈഡ് ചെയ്ത് കാണിക്കണം. 6120 3:1 3/4 1/4 ആയിട്ട് പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കാണിക്കുക. എന്ന് വെച്ചാൽ ഈ എമൗണ്ട് നമ്മൾ പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിൽ സെപ്പറേറ്റ്ലി കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്തായാലും ഡിവൈഡ് ചെയ്യണം. ഈ എമൗണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണിക്കാം. ഇത്രയും എഴുതിയതിന് ശേഷമാണ് നമ്മൾ ആ എൻട്രി എഴുതേണ്ടത്. നമ്മൾ 4 എൻട്രിയുടെ സ്പേസ് വിട്ടില്ലേ, അവിടെ ഒന്നാമത്തെ എൻട്രി ചെയ്ത റിയലൈസേഷൻ അക്കൗണ്ട് ടു എക്സ് ക്യാപിറ്റൽ ടു വൈസ് ക്യാപിറ്റൽ. എക്സ് ക്യാപിറ്റൽ എത്ര, 4590, വൈസ് ക്യാപിറ്റൽ 1530, റിയലൈസേഷൻ അക്കൗണ്ട് എത്ര വരും, 6120. അപ്പൊ ഈ എൻട്രി ഇപ്പോഴാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൗണ്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പാർട്ട്ണറിന്റെ ലോൺ എത്രയാണ് നമ്മളോട് പറഞ്ഞത്, 6000 ആണ്. അപ്പോൾ 6000 ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അതിന് മുന്നേ പാർട്ട്ണറിന്റെ ലോൺ അക്കൗണ്ട് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബൈ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 6000 ലാബിലിറ്റി ആണ്. അപ്പോൾ ബൈ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം 6000 എന്നിട്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് പേയ്മെന്റ് നടത്താം. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇതിന് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിന്റെ എൻട്രിയും കൂടി എഴുതാനുണ്ട്. നമ്മളിപ്പം 4 എൻട്രിയുടെ സ്പേസ് വിട്ടു, അതിൽ ഒരെണ്ണം എഴുതി. രണ്ടാമത്തത് എന്താ എഴുതേണ്ടത്, വൈസ് ലോൺ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ എൻട്രി കാണിക്കണം.
നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പം ആദ്യം എന്ത് ചെയ്യാം, അവരുടെ ബാലൻസ് ഷീറ്റിലുള്ള എമൗണ്ട്, അവരുടെ ബാലൻസ് തന്നിട്ടില്ലേ, അതെന്ത് ചെയ്യാം, ലാബിലിറ്റി ആണ്. അപ്പം ബൈ ബാലൻസ് വന്നിട്ട് 3200 and 800 ആദ്യം പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം എൻട്രീസ്, ജേർണൽ എൻട്രീസ് നോക്കാം, ഇവിടെയൊക്കെ ആരുടെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതിയിട്ടുണ്ടോ. നാലാമത്തെ എൻട്രിയിൽ കിടപ്പുണ്ട് ഒരെണ്ണം, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ. ഇപ്പൊ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വൈയുടെ കോളത്തിൽ മാത്രം എഴുതാം 10,000. വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് റിയലൈസേഷൻ അല്ലേ, അപ്പൊ വൈയുടെ കോളത്തിൽ മാത്രം 10,000 എഴുതാം. പിന്നെ എവിടെയാണ് നമുക്ക് വരുന്നത്, പിന്നെ വരുന്ന 8th എൻട്രി അല്ലെ, എക്സ് ക്യാപിറ്റൽ ടു റിയലൈസേഷൻ. അപ്പൊ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എക്സിന്റെ കോളത്തിൽ നമ്മൾ 4160 എഴുതി. ഇനി എവിടെയാ പാർട്ട്ണറിന്റെ വരുന്നത്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് ഡിവൈഡ് ചെയ്ത എൻട്രി ഉണ്ട്. വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് ടു എക്സ് ക്യാപിറ്റൽ ടു വൈ ക്യാപിറ്റൽ. അപ്പൊ ബൈ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരാളുടെ അക്കൗണ്ടിലും അവരവരുടെ എമൗണ്ട് അതാ 1125 എക്സിനും വൈക്ക് എത്ര 375. അപ്പൊ അതും നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഏതാ വരുന്നത്, റിയലൈസേഷൻ ടു എക്സ് ക്യാപിറ്റൽ ടു വൈസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിയലൈസേഷന്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്ത എൻട്രി 12ാമത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് രണ്ടുപേരുടെ അക്കൗണ്ടിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. എത്രയാണ് 6120 ആണ് ടോട്ടല്. എക്സിന് 4590, വൈക്ക് എത്ര വരുന്നുണ്ട് 1530 വരുന്നുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പൊ രണ്ടുപേർക്കും ഒരേ സൈഡിൽ ബാലൻസ് വരണമെന്നൊന്നുമില്ല. ഇപ്പൊ ചിലത് ഒരാൾക്ക് ഡെബിറ്റ് സൈഡിൽ ഒരാൾക്ക് ക്രെഡിറ്റ് സൈഡിൽ വരാം, എങ്ങനെ വേണേലും വരാം. നിങ്ങൾ അതൊന്നും കണ്ടു പേടിക്കണ്ട. ഇപ്പം ഏത് സൈഡിലെ ബാലൻസ് വരുന്ന അവിടെ ബാങ്ക് എന്ന് എഴുതിയാൽ മതി. ഇപ്പൊ എക്സിന്റെ ആദ്യം നമുക്ക് ബാലൻസ് ചെയ്യാം. എക്സിന്റെ ടോട്ടൽ 8915 വരും. ഇപ്പൊ ഡെബിറ്റ് സൈഡിലെ ബാലൻസ് വരുന്ന 4755. ഇപ്പൊ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യാം, ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി വൈയുടെ ബാലൻസ് ചെയ്യാം. വൈയുടെ നമുക്ക് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വരും. അപ്പൊ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 7295 എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചതിന് ശേഷമാണ് നമ്മൾ 4 എൻട്രിയുടെ സ്പേസ് വിട്ടതിൽ മൂന്നാമത്തെ 4ാമത്തെ എൻട്രി എഴുതേണ്ടത്. മൂന്നാമത്തെ എൻട്രി എന്ത് എഴുതാം, നമുക്ക് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പേയ്മെന്റ് ആർക്കാ വന്നിരിക്കുന്നത്, എക്സിന് അല്ലെ. അപ്പൊ എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി ചെയ്താൽ, ഇനി ബൈ ബാങ്ക് ആർക്കാ വന്നിരിക്കുന്നത്, വൈക്ക് അല്ലേ. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ടു വൈസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ആ എൻട്രി ചെയ്താം. ഓക്കെ, അപ്പം അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ 2 എൻട്രിയും കൂടെ എഴുതാം. ഇനി ലാസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട എന്താണ്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ആണ്. ഇപ്പൊ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ബാലൻസ് വരാൻ പാടില്ല. ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ ചെയ്ത് തെറ്റിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇപ്പൊ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിലുള്ള ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പൊ അസറ്റ് അക്കൗണ്ട് ആണ്, ടു ബാലൻസ് ആണ്. ഇപ്പൊ എന്ത് ചെയ്യാം, ക്യാഷ് അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്തോ, സെപ്പറേറ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അപ്പം ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം നമ്മൾ ജേർണൽ എൻട്രീസ് നോക്കാം, എവിടെയൊക്കെ നമ്മുടെ ക്യാഷ് ഓർ ബാങ്കിന്റെ എൻട്രി വരുന്നുണ്ട്. ഇപ്പൊ ഒന്നാമത് നമുക്ക് നോക്കാം, 1 2 3 4 5th എൻട്രിയിലാണ് വരുന്നത് അല്ലേ. ബൈ ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വരുന്നുണ്ട്, അസറ്റ്സ് റിയലൈസ് ചെയ്ത എൻട്രി 16,400. അതെന്ത് ചെയ്യാം, നമുക്കിവിടെ പോസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് റിയലൈസേഷൻ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2000 വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കാം, 2000, അത് നമുക്ക് കാണിക്കാം. നെക്സ്റ്റ് റിയലൈസേഷൻ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 25,000 വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കതും 25,000 അവിടെ കാണിക്കാം. നെക്സ്റ്റ് എവിടെ ബാങ്ക് അക്കൗണ്ട് വരുന്നത്, റിയലൈസേഷൻ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 9th എൻട്രി ഉണ്ട്, 2500ന്റെ. നമ്മൾ ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അത് 2500, അതും കാണിച്ചു. അതിനുശേഷം നെക്സ്റ്റ് 10th എൻട്രി ഉണ്ട്, റിയലൈസേഷൻ ടു ബാങ്ക്. അത് നമ്മൾ എന്ത് ചെയ്യാം, ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 4000, അതും കാണിച്ചു. നെക്സ്റ്റ് എവിടെയാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് വരുന്നത്, വൈസ് ലോൺ അക്കൗണ്ട് ടു ബാങ്ക് ഉണ്ട്. അപ്പം ബൈ വൈസ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര കാണിച്ചു, 6000, അത് അവിടെ കാണിച്ചു. നെക്സ്റ്റ് വരുന്നത് എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക് ആണ്. അപ്പൊ ബൈ എക്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 4755 കാണിച്ചു. നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് ടു വൈസ് ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് കഴിഞ്ഞിട്ട് ടു വൈസ് ക്യാപിറ്റൽ കാണിക്കാം, 7295. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് നോക്കാം. ബാലൻസ് ഒന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണെന്ന് അർത്ഥം. അപ്പൊ ബാലൻസ് ഒന്നും വരുന്നില്ലല്ലോ, അപ്പൊ നിങ്ങൾ ചെയ്ത കറക്റ്റ് ആണ്. അപ്പൊ ഇത്രയും വരെ എല്ലാവരുടെയും കറക്റ്റ് അല്ലേ. ഇനി എന്തെങ്കിലും കറക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണം, എങ്ങനെയാണ് നമ്മൾ തെറ്റിപ്പോയിരിക്കുന്നത് എന്ന് ഒന്ന് നോക്കിയിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെ പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമല്ലോ. അപ്പം പ്രോബ്ലം എല്ലാവരും ചെയ്തിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പൊ ചെയ്ത് നോക്കിയിട്ട് കറക്ഷൻസ് ഒക്കെ നോക്കി എവിടെയാ തെറ്റിപ്പോയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് തെറ്റിപ്പോയിരിക്കുന്നത് ഒക്കെ മനസ്സിലാക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് മെത്തേഡ് ചെയ്യാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.